സംഘർഷ മേഖലകളിലെ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്ന് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി US. ഇറാനിലെയും സമീപകാലത്തെയും സംഘർഷ മേഖലകളിലെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതല്ലെന്ന് അറിയിച്ച് കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉപഗ്രഹ ചിത്രീകരണ കമ്പനിയായ പ്ലാനറ്റ് ലാബുകൾ. US സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണിതെന്ന് സ്ഥാപനം അറിയിച്ചു. എല്ലാ വാണിജ്യ ഉപഗ്രഹ ചിത്രീകരണ ദാതാക്കളോടും കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശകലന വിദഗ്ധർക്ക് ലഭ്യമായ ഏറ്റവും നിർണായകമായ തത്സമയ വിവര സ്രോതസ്സാണ് ഈ നിർദ്ദേശത്തിലൂടെ തടസ്സപ്പെടുന്നത്. ചിത്രീകരണത്തിൽ മാർച്ച് മാസം ഏർപ്പെടുത്തിയ 14 ദിവസത്തെ കാലതാമസം ശത്രുക്കൾക്ക് സൈനിക നേട്ടത്തിനായി തത്സമയ ഡേറ്റ ദുരുപയോഗം തടയുന്നതിനായി പ്രവർത്തിക്കുന്നു. മാർച്ച് 9 മുതൽ ചിത്രങ്ങൾ നിർത്തലാക്കിയതായും സംഘർഷം വരെ ഈ നിരോധനം തുടരുമെന്നും കമ്പനി പറയുന്നു. സർക്കാരുകൾക്കും കമ്പനികൾക്കും മാധ്യമങ്ങൾക്കും പ്രതിഫലം വാങ്ങി പുതുക്കിയ ചിത്രങ്ങൾ പ്ലാനറ്റ് ലാബുകൾ നൽകുന്നു. പുതിയ സംവിധാനത്തിന്റെ കീഴിൽ അത്യാവശ്യമായ മിഷൻ ക്രിട്ടിക്കൽ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ പൊതു താൽപര്യത്തിനോ വേണ്ടി മാത്രം പ്ലാനറ്റ് ലാബ് ചിത്രീകരണം പുറത്തുവിടും. സുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കാത്ത മാനേജ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇമേജിലേക്ക് മാറുമെന്ന് ഉപയോക്താക്കൾക്ക് അയച്ച മെയിലിൽ സ്ഥാപനം വ്യക്തമാക്കി. ലക്ഷ്യം തിരിച്ചറിയൽ, ആയുധ മാർഗനിർദ്ദേശം, മിസൈൽ ട്രാക്കിംഗ്, ആശയവിനിമയം എന്നിവ ഉപഗ്രഹ സാങ്കേതിക വിദ്യയുടെ സൈനിക ഉപയോഗങ്ങളിൽ ഉപയോഗിക്കുന്നു. US ഭരണകൂടം ഇതുവരെ അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് വാണിജ്യ ഉപഗ്രഹ ദാതാക്കളിൽ ഒരാളായ വാൻഡർ പ്രതികരിച്ചതെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. വർഷങ്ങളായി ഭൗമരാഷ്ട്രീയ സംഘർഷ സമയത്ത് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനുള്ള അവകാശം വാൻഡറിനുണ്ട്. നിലവിൽ പശ്ചിമേഷ്യയിലെ ചില ഭാഗങ്ങളിൽ അവ പ്രയോഗിച്ചുവെന്ന് കമ്പനി വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു. ഭൂമിയെക്കുറിച്ചുള്ള ഇമേജിംഗ് ഉപകരണങ്ങളുടെ ഒരു വലിയ കൂട്ടം പ്രവർത്തിക്കുകയും സർക്കാരുകൾക്കും കമ്പനികൾക്കും മാധ്യമങ്ങൾക്കും പതിവായി അപ്ഡേറ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന പ്ലാനറ്റ് ലാബ്സ് കൂടുതൽ അഭിപ്രായത്തിനുള്ള അഭ്യർത്ഥനയോട് പ്രതികരിച്ചില്ല. ഇന്റലിജൻസ് സംബന്ധിയായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നില്ലെന്ന് പെന്റഗൺ പറഞ്ഞു. സുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കില്ലെന്ന് കരുതുന്ന മാനേജ്ഡ് ഇമേജ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറുമെന്നും പ്ലാനറ്റ് ലാബ്സ് ഉപഭോക്താക്കൾക്കുള്ള ഇമെയിലിൽ അറിയിച്ചിട്ടുണ്ട്. പുതിയ സംവിധാനത്തിന് കീഴിൽ അടിയന്തര ദൗത്യ നിർണായക ആവശ്യങ്ങൾക്കോ പൊതു താൽപര്യത്തിനോ വേണ്ടി പ്ലാനറ്റ് ലാബ്സ് ഓരോ കേസും അടിസ്ഥാനമാക്കി ഇമേജറി പുറത്തിറക്കും. ഇവ അസാധാരണമായ സാഹചര്യങ്ങളാണ്. ഞങ്ങളുടെ എല്ലാ പങ്കാളികളുടെയും ആവശ്യങ്ങൾ സന്തുലിതമാക്കാൻ ഞങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും കമ്പനി പറഞ്ഞു. മുൻപ് മാക്സർ ടെക്നോളജീസ് എന്നറിയപ്പെട്ടിരുന്ന ഒരു വാണിജ്യദാതാവായ വാൻഡർ US സർക്കാർ തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി. ഭൗമരാഷ്ട്രീയ സംഘർഷ സമയങ്ങളിൽ മെച്ചപ്പെട്ട ആക്സസ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനുള്ള അവകാശം വർഷങ്ങളായി വാൻഡറിനുണ്ടെന്നും കമ്പനി വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു. നിലവിൽ പശ്ചിമേഷ്യയുടെ ചില ഭാഗങ്ങളിൽ അവ പ്രയോഗിച്ചു വരുന്നു. US സൈന്യവും സഖ്യകക്ഷികളും സജീവമായി പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളുടെയും എതിരാളികൾ സജീവമായി ലക്ഷ്യമിടുന്ന പ്രദേശങ്ങളുടെയും പുതിയ ചിത്രങ്ങൾ ആർക്കൊക്കെ അഭ്യർത്ഥിക്കാം അല്ലെങ്കിൽ നിലവിലുള്ള ചിത്രങ്ങൾ വാങ്ങാം എന്നതിനെക്കുറിച്ചുള്ള പരിധികൾ ആ നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടാമെന്നും വക്താവ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.